പെൺകുട്ടികൾ മാത്രമായി ഇത്ര ദൂരം യാത്ര പോകുമോ? ചോദ്യം ഇന്നത്തെ ജെൻസി കാലഘട്ടത്തിൽ അപ്രസക്തമാണ്. സ്റ്റിയറിംഗിന് പിന്നിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ മുഖം ചുളിക്കുന്നവരും അത്ഭുതത്തോടെ നോക്കിയവരുമുണ്ട്. എന്നാൽ ഇന്ന് കാര്യം മാറി. നമ്മുടെ പെൺകുട്ടികൾ പറക്കുകയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി രാജ്യത്തിന്റെ അതിർത്തികൾ വരെ കീഴടക്കുന്ന സ്ത്രീകളെ ആഘോഷിക്കുന്ന കാലത്തേക്ക് ഇന്ത്യയും മാറിക്കഴിഞ്ഞു. ആ മാറ്റത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് യാത്രയെയും സംരംഭകത്തെയും ഒരുപോലെ ചേർത്ത് പിടിച്ച ഒരു പെൺസംഘം. പുത്തൻ ഡിഫൻഡറിൽ ലഡാക്കിലേക്കുള്ള യാത്രയുടെ ഓരോ കിലോമീറ്ററും അവർ പിന്നിടുന്നത് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടിയും അതിലുപരി സ്ത്രീകൾക്ക് കഴിയില്ലെന്ന് പറയുന്ന എല്ലാ മുൻവിധികളെയും പിന്നിലാക്കിക്കൊണ്ടുമാണ്. യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്നത് സ്ത്രീകൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ്. കഥ ആരംഭിക്കുന്നത് 2021-ലാണ്. ലൈഫ് ഡിസൈനർ എന്ന കമ്പനി ആരംഭിച്ചതോടെയാണ് ശില്പ, ഷംന, സേറ, അനീറ്റ, നികിത എന്നീ 5-അംഗ സംഘം യാത്രകളും ആരംഭിച്ചത്. ബാംഗ്ലൂരിലെ നാഷണൽ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഈ 5 പേരും പരിചയത്തിലാകുന്നത്. പിന്നാലെ ലൈഫ് ഡിസൈനർ കമ്പനിയും ചാനലും ആരംഭിച്ചു. പെൺകുട്ടികൾ മാത്രമായി ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുക എന്നത് എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും സമൂഹത്തിന്റെ മുൻവിധികളും കുടുംബങ്ങളുടെ ഭയങ്ങളും എല്ലാം മറികടന്നാണ് അവർ യാത്ര ആരംഭിച്ചത്. എന്നാൽ ഓരോ യാത്രയും പൂർത്തിയാകുമ്പോൾ ആത്മവിശ്വാസം കൂടുകയും ചുറ്റുമുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മാറുകയും ചെയ്തു. ഒരിക്കൽ ആശങ്കപ്പെട്ടിരുന്ന മാതാപിതാക്കൾ ഇന്ന് അടുത്ത യാത്ര എപ്പോഴാണെന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. 2ാമത്തെ ഓൾ ഇന്ത്യ യാത്രക്കിടയിലാണ് തെലുങ്കു വ്ലോഗ്സ് എന്ന ചാനൽ ആരംഭിക്കുന്നത്. UP-യിൽ ആഗ്ര ലക്നോ എക്സ്പ്രസ് ഹൈവേയിൽ വെച്ച് പെട്ടെന്നെടുത്തൊരു തീരുമാനം. ബ്ലോഗിൽ ഇയോ, ഗ്രേ, സോ, ലിറ്റ്, ഡ്രിക്സ് എന്നീ പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. ചില യാത്രകൾ സമൂഹത്തിന്റെ ചിന്തകളെ മാറ്റാനുള്ള പ്രസ്ഥാനങ്ങളായി മാറാറുണ്ട്. ഈ യുവതികളുടെ യാത്ര അത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അവരുടെ വാഹനചക്രങ്ങൾ മുന്നോട്ടുരുളുമ്പോൾ അതോടൊപ്പം മുന്നേറുന്നത് സ്ത്രീകളെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും കൂടിയാണ്. Hi, my name is Gray. My name is Trix. My name is Lit. My name is Eo. My name is So. Okay, so 2021-ലാണ് ഞങ്ങൾ കമ്പനി ലൈഫ് ഡിസൈനർ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തത്. അതിനും ഏതാണ്ട് ഒരു വർഷം മുമ്പേ ഞങ്ങൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈഫ് ഡിസൈനർ എന്നുള്ള പേര് തന്നെയായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വിചാരിക്കുന്ന അത്ര ഹിറ്റായില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അപ്പോഴേ ട്രാവൽ ചെയ്യുമായിരുന്നു. അങ്ങനെ 2ാമത്തെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഇടയിൽ ആഗ്ര ലക്നൗ എക്സ്പ്രസ് ഹൈവേ ഗംഗയുടെ മേലെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തെലുങ്കിൽ ചെയ്യാമെന്നൊരു ഡിസിഷൻ ആവുന്നത്. സോ അന്ന് ഡിസൈഡ് ചെയ്തു, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അതെ, പിന്നെ തിരിച്ച് നമ്മൾ ബാംഗ്ലൂർ എത്തി എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു ഇൻട്രോ വീഡിയോ ഇട്ടപ്പോൾ അതൊരു 4 മില്യൺ വ്യൂസ് വരെ. അപ്പോഴും നമ്മൾ നെറ്റിയത് അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ 3.5 lakhs സബ്സ്ക്രൈബേഴ്സ് ആയി. ആൻഡ് നമുക്ക് ഓൾമോസ്റ്റ് 5 ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞു. ദിസ് ഇസ് our 6th ഓൾ ഇന്ത്യ. നമ്മുടെ ചാനൽ പേര് തെലുഗു ആണ്. തെലുഗു എന്ന് സെർച്ച് ചെയ്താൽ കിട്ടാറില്ല. സോ @TELUGO എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ചാനൽ കാണും. സോ എല്ലാവരും ചോദിക്കും ഞങ്ങൾ എങ്ങനെയാണ് ഈ വർക്കും കമ്പനിയും അതുപോലെ തന്നെ ചാനലും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ട്രാവലും ചെയ്യുന്നുണ്ട്. സോ എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. സോ പലരും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ സിമ്പിൾ ആൻസർ ഇസ് നമ്മൾ ഭയങ്കര വർക്കഹോളിക് ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും റെസ്റ്റ് എടുക്കാറില്ല. നമ്മൾ എല്ലാത്തിനും നമ്മുടെ 100% ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ലൈഫ് ഡിസൈനർ HSRലാണ് ബാംഗ്ലൂരിൽ. ഇറ്റ്സ് വൺ ഓഫ് ദ നമ്പർ 1 AI പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് കമ്പനി റൈറ്റ് നൗ. ആൻഡ് അതുപോലെ തന്നെ തെലുഗു ആണെങ്കിലും ആന്ധ്രയിൽ ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവൽ ചാനൽസ് ആണ്. സോ ആ ക്വസ്റ്റ്യന് സിമ്പിളായിട്ട് ആൻസർ പറയണമെങ്കിൽ നിങ്ങൾക്ക് ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് ആണോ മുഖ്യം, ഓൾ ഇന്ത്യ ട്രിപ്പാണോ മുഖ്യം പറഞ്ഞാൽ നമുക്ക് രണ്ടും വേണം. ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് തൊട്ടിട്ട് അലോങ് വിത്ത് ദ ക്ലയൻറ്റ് മീറ്റിംഗ് വി വോണ്ട് ടു ടേക്ക് എൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ബിക്കോസ് വി കെയിം ഹിയർ ബിക്കോസ് ഓഫ് ലൈഫ് ഡിസൈനർ. അങ്ങനെ തുടങ്ങിയ ജേർണിയാണ്. വി ഡോണ്ട് വാണ്ട് ടു ഫർഗെറ്റ് വെയർ വി സ്റ്റാർട്ടഡ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സേഫ്റ്റി എങ്ങനെയാണെന്ന്. പക്ഷെ നമ്മൾ 6 പേര് കൂടെ നിൽക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സേഫ്റ്റി പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സോ നമ്മളിപ്പോൾ ഒരു 5 ഓൾ ഇന്ത്യ ട്രിപ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ 6th ഓൾ ഇന്ത്യ ആണ്. നമ്മൾ ഓൾ ഇന്ത്യ അല്ലാണ്ട് നമ്മൾ നേപ്പാൾ ആൻഡ് ഭൂട്ടാനും കൂടെ കവർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് നമ്മുടെ ട്രാവൽസ് ആയിട്ട്. നമുക്കിപ്പം വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിഫൻഡർ എടുത്തതിൻ്റെ ആ ഒരു ഇതിൽ തീർന്നിട്ടില്ല. നമ്മളിപ്പം കിട്ടേണ്ട ഒരു ഹൈപ്പ് തന്നെ. നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ ഇടയ്ക്കാണ്. സോ നമ്മൾ ലേ ലഡാക്കിൽ നമ്മുടെ ഡിഫൻഡറിന്റെ ആദ്യത്തെ ലോങ് ട്രിപ്പിന് കൊണ്ടുവന്നേക്കാണ്. നമ്മളിപ്പോൾ കച്ചിലെത്തിയിട്ടേ ഉള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു അടുത്ത ലോങ് ട്രാവൽ പ്ലാൻ ലണ്ടനിലേക്കാണ്. ലണ്ടൻ റോഡ് ട്രിപ്പ് കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ്. സോ അതായിരിക്കണം നെക്സ്റ്റ് ലോങ് ട്രിപ്പ്.
പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ പ്ലഡ്ജ് ചെയ്തൊരു കാര്യം നമ്മളെല്ലാവരും ആൻറ്റി ഡ്രഗ് ആണ്. നമ്മൾ ഒരിക്കലും സ്മോക്ക് ചെയ്തിട്ടില്ല, ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇത് തന്നെയാണ് നമുക്ക് ആക്ച്വലി പറയാനുള്ള ഒരു മെസ്സേജും കൂടെ. ആൻഡ് ഹൂവർ ഈ നമ്മുടെ നമുക്ക് ബേസിക്കലി സോ ദിസ് ഇസ് എ പ്ലെഡ്ജ് ദാറ്റ് വി ടേക്കൻ ബിക്കോസ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ചുറ്റും നമ്മളെ കണ്ടുപിടിക്കുന്ന ആൾക്കാരാകട്ടെ, നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് അറിയാവുന്ന ആൾക്കാരാകട്ടെ, ഇതിൽ കുറേ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് കാരണം കുറേ ലൈഫ് പോയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ വിച്ച് ഇസ് വൺ റീസൺ വൈ വി ഡിസൈഡഡ് നമുക്ക് നമ്മുടെ ഡെസിഷൻസും നമ്മുടെ എമോഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേറൊരു സാധനം വേണ്ട. യു നോ whatever we want to do, we'll do it true to ourselves. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് we've said no to all kinds of drugs or all kinds of any kinds of substance abuse. നമ്മൾ ഇത് തന്നെയാണ് പൊതുവെ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പിള്ളേരോടാട്ടെ വലിയവരോടാട്ടെ നമ്മളോട് ചോദിക്കുന്ന എല്ലാവരോടും ഇത് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. ആൻഡ് നമുക്ക് ഒരു മോട്ടോ എന്താ വെച്ചാൽ ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കരയാനും ഒരു സബ്സ്റ്റൻസിന്റെ ആവശ്യമില്ല. അത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ മെസ്സേജ്. ആൻഡ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ട്രാവൽ ചെയ്യണം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഇനി തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സോ എൻജോയ് ആൻഡ് വാട്ട് എവർ പോസിബിൾ. ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ആക്ച്വലി തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രൂപ്പ് എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞത് വി ആർ വെരി ബ്ലെസ്ഡ് ടു ബി ടുഗദർ ലൈക്ക് ദാറ്റ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസസ് എന്തായിരുന്നു? ആക്ച്വലി സത്യം പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടില്ല. വൺ ഓഫ് ദ റീസെന്റ് എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ബാക്ക് ഇൻ 2020 or 2021 നമ്മൾ ആക്ച്വലി അറക്കു എന്ന് പറഞ്ഞൊരു വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലാണ്. ഇതൊരു പഴയ ബ്ലോഗ് ഡിസൈനർ ബ്ലോഗ് ഉള്ള സമയത്ത് നമ്മൾ അവിടെ ട്രൈബൽ വില്ലേജ് നക്സലൈറ്റ് ഏരിയ. അവിടെ നമ്മളൊരു ഫുൾ വില്ലേജിലൂടെ ടൈം സ്പെൻഡ് ചെയ്തു. അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ആൻഡ് അതിലൊരു ഡാൻസ് കളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവിടുത്തെ മൈക്കിൾ ജാക്സൺ പോലെ ഒരുപാട് ഡാൻസ് കളിച്ച് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർഷം 2026 അതിലൂടെ എഗെയിൻ നമ്മൾ പോയി. ആൻഡ് ആ സ്ഥലം ഒരുപാട് ഡെവലപ്പ് ചെയ്തു. റോഡ് വന്നു, അവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് പോലും തിരിച്ചറിയാൻ പറ്റില്ല ആ സ്ഥലമായിരുന്നു. അതിന് നമ്മൾ ഈ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ മീറ്റ് ചെയ്ത ആൾക്കാരെ ഒന്നും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കാണിച്ചപ്പോൾ വൺ തിങ് വി റിയലൈസസ് നമ്മൾ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കുറേ മാറി. അന്ന് നമ്മുടെ കൂടെ ഡാൻസ് കളിച്ച പുള്ളി ആക്ച്വലി മരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുള്ളിയുടെ അച്ഛനെയൊക്കെ ഇത് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് ആക്ച്വലി ഇവർക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ ഫോൺസ് അങ്ങനത്തെ ഒന്നും ഇല്ല. സോ ദാറ്റ് വാട്ട് വി ഷോഡ് നമ്മളന്ന് പണ്ട് ക്യാപ്ചർ ചെയ്തിരുന്നു അവരുടെ ഓൺലി മെമ്മറി ഓഫ് ഹിസ് സൺ. ഇവരുടെ കയ്യിലൊരു ഫോട്ടോ പോലും ഇയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കണ്ട് ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ അവർ കാണുന്നത്. ഇത് ആക്ച്വലി വെരി എമോഷണൽ, ഭയങ്കരമായിട്ട് കരഞ്ഞു ആൻഡ് ഓൾ ദോസ് തിങ്സ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ആഡഡ് പർപ്പസ് ടു ആ ട്രാവൽ. നമുക്ക് എന്തിനാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ഒരു പ്ലസ് പോയിന്റും കൂടി ഒരു റീസണും കൂടി ആഡ് ആയി.